ഒരു കസ്റ്റമർ വന്നിട്ട് പറഞ്ഞു അവരുടെ പേരിൽ ഒരു കേസുണ്ട്, ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വലിയൊരു തുക ചെക്ക് മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ചെക്ക് ആരാ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? ഇവർ തന്നെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. സൈൻ ആര് ചെയ്തിട്ടുള്ളത്? അവർ തന്നെയാണ്. എമൗണ്ട് ആര് ചെയ്തിട്ടുള്ളത്? ഇവർ തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഇത് സംഭവിച്ചു? അപ്പോൾ ഇവർ ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയാണ്. ഇവർ ജോബിന് സെക്യൂരിറ്റി ആയി അനേകം വർഷങ്ങൾക്ക് മുൻപ് കൊടുത്തിട്ടുള്ള ചെക്കാണ്. പക്ഷേ ചെക്കിൻ്റെ ഡേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. വർക്ക് കംപ്ലീറ്റ് ചെയ്തു, കൊടുത്ത സെക്യൂരിറ്റി ചെക്ക് സമയത്തിന് തിരിച്ചു വാങ്ങിയില്ല. ഈ ചെക്ക് അവർ കൈമാറി പോയതിൻ്റെ പേരിൽ അക്കൗണ്ടിൽ നിന്ന് പൈസ വലിയൊരു തുക മാറിപ്പോയി. ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരുടെയെങ്കിലും കൈവശം നമ്മുടെ ചെക്കുകൾ ഉണ്ടെങ്കിൽ അത് സമയത്തിന് തിരിച്ചു വാങ്ങണം. തിരിച്ചു തന്നില്ലെങ്കിൽ നിയമപരമായിട്ട് നമ്മൾ പോയി നമ്മുടെ ചെക്ക് തിരിച്ചു വാങ്ങാൻ ശ്രമിക്കണം. പല വ്യക്തികളും ചിലപ്പോൾ പൈസ ഇൻട്രസ്റ്റിന് മേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിനൊക്കെ ചെക്കുകൾ സെക്യൂരിറ്റി ചെക്കായിട്ട് കൊടുക്കും. പക്ഷേ ഈ ചെക്ക് തിരിച്ചു വാങ്ങില്ല. പിന്നീട് വലിയൊരു പ്രശ്നത്തിലേക്ക് നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ പെട്ടെന്ന് അറിയാം നമുക്ക് ട്രാവൽ ബാൻ ഉണ്ടെന്നറിയാം. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആരുടെ കയ്യിലൊരു ചെക്ക് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ചെക്ക് എടുത്ത് മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ചെക്കായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അത് തിരിച്ചു മേടിക്കാനും നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്.